നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. KL47J2 മോട്ടോർ ബൈക്ക് ദുബായ് രാജവീതികളിലൂടെ ചീറിപ്പാഞ്ഞപ്പോൾ കണ്ടു നിന്നവർ ഒരു നിമിഷം അമ്പരന്ന് പോയി. ശരിക്കും തങ്ങൾ ഉള്ളത് ദുബായിലാണോ അതോ കേരളത്തിലാണോ എന്ന് സംശയിക്കുകയാണ് ഉണ്ടായത്. ഇരുചക്ര വാഹന പ്രേമിയായ ഷാർജയിലെ ഏരീസ് ഗ്രൂപ്പ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൃശൂർ എടമട്ടം സ്വദേശി സുധീർ ബദർ ആണ് തന്റെ പ്രിയപ്പെട്ട ബൈക്കായ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 ദുബായിൽ എത്തിച്ചത് തന്നെ. അങ്ങനെ മലയാളികൾക്ക് ബൈക്കിനോടുള്ള പ്രേമം എടുത്തു പറയുകയാണ് ഈ മലയാളി. കൊടുങ്ങല്ലൂരിൽ രജിസ്റ്റർ ചെയ്ത ഈ ബൈക്ക് വളരെ പണിപ്പെട്ടാണ് ഇദ്ദേഹം ദുബായിൽ എത്തിച്ചത് തന്നെ. 2018 നവംബറിലാണ് റോയൽ എൻഫീൽഡ് ബൈക്ക് നിരത്തിലിറക്കിയത്. ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ചെലവ് കുറഞ്ഞ ഇരട്ട സിലിണ്ടർ ബൈക്കുകൾ എന്ന വിശേഷണത്തോടെയായിരുന്നു അവതരണം നടത്തിയത് തന്നെ. മേക്ക് ലൈക്ക് എ ഗൺ, ഗോസ് ലൈക്ക് എ ബുള്ളറ്റ് എന്ന വിഖ്യാത റോയൽ എൻഫീൽഡ് പരസ്യവാചകം അന്വർത്ഥമാക്കുന്ന മോഡലാണ് ഇന്റർസെപ്റ്റർ 650 എന്ന് സമ്മതിക്കാൻ എൻഫീൽഡ് വിരോധികൾക്ക് പോലും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലെന്ന് സുധീർ പറയുന്നു. അതോടൊപ്പം തന്നെ റോയൽ എന്നൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാവുന്ന ഇന്റർസെപ്റ്റർ രാജ്യാന്തര തലത്തിൽ മോട്ടോർ സൈക്കിൾ പ്രേമികളുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ഏറെ സമയം വേണ്ടി വന്നില്ല താനും. റോയൽ എൻഫീൽഡ് പുറത്തിറക്കിയ ഏറ്റവും മികച്ച ബൈക്കിൽ ഒന്നാണിതെന്നാണ് സുധീറിന്റെ അഭിപ്രായം വ്യക്തമാക്കുന്നത്. ഡ്രൈവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന എല്ലാ ഘടകങ്ങളും മികച്ച രീതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ 250 മുതൽ 750 cc ശ്രേണിയിലെ അതായത് മിഡിൽ വെയ്റ്റ് ബൈക്കുകളിൽ ഏറ്റവും മികച്ച മോഡലുകളിൽ ഒന്നാണിത് എന്നും സുധീർ തന്റെ ബൈക്കിനെ കുറിച്ച് പറയുന്നു. എന്തായാലും മലയാളികൾക്ക് ബൈക്കിനോടുള്ള പ്രണയം ഇതിലൂടെ അന്വർത്ഥമാക്കുകയാണ്. 3.25 ലക്ഷം രൂപ നൽകി ബൈക്ക് സ്വന്തമാക്കിയ ശേഷം ജോലി ആവശ്യാർത്ഥം UAE-യിലെത്തിയ സുധീറിന് ബൈക്കിനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാതെ വന്നപ്പോഴാണ് എന്തുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടാ എന്നാലോചിച്ചത് തന്നെ. പക്ഷേ എങ്ങനെ ഒരു ബൈക്ക് കടൽ കടത്തിക്കൊണ്ടുവരും എന്നതാണ് സംശയം. അന്വേഷിച്ചപ്പോൾ ചെലവ് കുറഞ്ഞ രീതിയിൽ കൊണ്ടുപോകാമെന്ന വിവരം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇത് കേരളത്തിൽ നിന്ന് സാധിക്കില്ലെന്നും മനസ്സിലായി. ഇത് കേട്ട് പിന്മാറാതെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. ദുബായിൽ സ്വന്തമായി ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് റോർ എന്ന പേരിൽ 40ഓളം അംഗങ്ങളുള്ള ബൈക്ക് ഗ്രൂപ്പിൽ അംഗമാണ് സുധീർ. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ അഭിപ്രായവും തേടി. പക്ഷേ വാതിൽ തുറന്ന് നീണ്ട അന്വേഷണത്തിനൊടുവിൽ സഞ്ചാരികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലബ് വഴി അംഗീകാരം കിട്ടിയാൽ കൊണ്ടുപോകാമെന്ന് തിരിച്ചറിയുകയും ചെയ്തു. എന്നാൽ അതും കേരളത്തിൽ നിന്ന് പറ്റില്ല. അങ്ങനെ അവതാളത്തിലായി. മുംബൈയിൽ നിന്ന് മാത്രമേ ആ സംവിധാനം നടപ്പിലാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ സുധീർ ചെയ്തത് എന്തെന്ന് നോക്കാം. ഓട്ടോമൊബൈൽ ടൂർ ക്ലബിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ പിന്നെ വലിയ പ്രതിബന്ധങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്തു. ഈ ക്ലബ്ബ് വഴി നമ്മുടെ ഏതൊരു വാഹനവും നിശ്ചിത സമയത്തേക്ക് മറ്റേത് രാജ്യത്തേക്കും കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും എന്നും സുധീർ പറയുന്നു. വേൾഡ് ടൂർ ഒക്കെ നടത്തുന്നവർ അവരുടെ വാഹനങ്ങളായ സൈക്കിൾ മുതൽ കാരവൻ വരെയും കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്. ഒടുവിൽ 2 ആഴ്ച മുമ്പ് സുധീറിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറി. കൊച്ചിൻ പോർട്ട് വഴി നേരിട്ട് ദുബായിലെ ജബൽ അലി തുറമുഖത്തേക്ക് ദുബായ് താമസ വിസയിലെത്തുന്ന ആദ്യത്തെ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ എന്ന പ്രത്യേകത കൂടി ഉണ്ട് ഈ വാഹനത്തിന്. ഇതിനു മുമ്പ് ചില ഇന്ത്യൻ രജിസ്റ്റേർഡ് ബൈക്കുകൾ വേൾഡ് ടൂർ പാക്കേജിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായ് വഴി കടന്നു പോയിട്ടുണ്ടെങ്കിലും നേരിട്ട് ദുബായ് സുസ്ഥിര താമസ വിസയും ദുബായ് ഡ്രൈവിംഗ് ലൈസൻസും വെച്ച് തുറമുഖത്ത് ഇറക്കുമതി ചെയ്യുന്ന ആദ്യത്തെ മലയാളി വാഹനമാണിത്. 2 ലക്ഷം രൂപയാണ് സുധീർ ഇതിനായി ചെലവഴിച്ചത് തന്നെ. അങ്ങനെ കൊച്ചിയിലെ നാഷണൽ ട്രേഡിലെ സുധീറിന്റെ സുഹൃത്തായ ടോം വഴിയാണ് ബൈക്ക് ദുബായിലെത്തിയത്. അവരുടെ അറിവിൽ കൊച്ചിയിൽ നിന്നും ആദ്യമായാണ് ഇത്തരം ഒരു ഉദ്യമം നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ സുധീറിനെ പോലെ ഉത്സാഹം അവർക്കും ഉണ്ടായിരുന്നു. അടുത്ത 6 മാസത്തേക്കാണ് ദുബായിലെ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ ഈ കൊടുങ്ങല്ലൂർ 2ാം നമ്പർ വാഹനത്തിന് സാധിക്കുക. അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുപോകണം. എന്തായാലും 6 മാസമായാൽ തന്നെയും സുധീർ ഇനി ആ 6 മാസം ദുബായ് നിരത്തുകളിലൂടെ അങ്ങ് വിലസും. ഇതിലൂടെ തന്നെ മലയാളികൾ ചിന്തിച്ചു പോകും ഇത് കേരളമാണോ ദുബായ് ആണോ എന്ന്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.